1, 2 വർഷമായിട്ട് ഇമ്രാൻ ഹാഷ്മിയുടെ നല്ല പടമൊന്നും തന്നെ വരുന്നില്ല. നല്ല ഒരു പടം തന്നെ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അവരെ 2 പുള്ളിക്കാരൻ്റെ ഒരു കംബാക്ക് തന്നെയാണ് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അത്രയ്ക്കും ഐക്കോണിക് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് അവരെ 2007 സിനിമ ഇറങ്ങുന്നത്. ആ സിനിമ അന്ന് ഇറങ്ങിയപ്പോൾ ഒരു വലിയൊരു ഫ്ലോപ്പ് തന്നെ ആയിരുന്നു. പിന്നെ ഫാൻസുകാർ അത്രയ്ക്കും സിനിമ ഒരു റിലീസ് ഇറങ്ങുകയും പിന്നെ അത് ഹിറ്റായി മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ റീലുകളിലൂടെയും ഓരോ ആൾക്കാരിങ്ങനെ രണ്ടാം ഭാഗം വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഫാൻസുകാർ പറഞ്ഞാണ് രണ്ടാം ഭാഗം ഇറക്കിയത്. ഈ ഒരു സിനിമയുടെ ടീമിന് ജന്നത്തിൻ്റെ 3-ാം ഭാഗം ഇറക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, അവരൊപ്പം 2 വേണം അല്ലെങ്കിൽ ജന്നത്ത് 2 വേണമെന്ന്. അപ്പോൾ അവർ ഈ ഫാൻസുകാരുടെ ഈ ഒരു ഒപ്പീനിയൻ കൂടെ നോക്കിയാണ് അവരൊപ്പം 2 തന്നെ അവർ ഇറക്കിയത്. ഇനി ടീസറിലേക്ക് നോക്കുവാണെങ്കിൽ ഒരു വലിയ സ്കെയിൽ തന്നെയാണ് സിനിമ ഇറക്കിയിരിക്കുന്നത്. 1 പോലെയൊന്നുമല്ല. അതായത് ആ ഒരു സിറ്റി ഫുള്ളും തന്നെ കാണിക്കുന്നുണ്ട്. ഇതൊരു പ്രോപ്പറായിട്ടുള്ള സീക്വലൊന്നും അല്ല. ഇമ്രാൻ ഹാഷ്മിയുടെ ക്യാരക്ടർ അന്ന് മരിച്ചില്ലായിരുന്നു. കുറേ സന്യാസികൾ പുള്ളിക്കാരനെ രക്ഷിക്കുന്നതായിട്ട് ഈ ഒരു ടീസർ കട്ടിൽ ചെറിയ രീതിയിൽ കാണിക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒരു ടീസർ മാത്രമാണ്. ഒഫീഷ്യൽ ട്രെയിലറൊന്നും പുറത്ത് ഇറങ്ങാൻ നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിലിംഗ് അതിനകത്തുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ടീസറിലേക്ക് കുറച്ചുകൂടെ നോക്കുവാണെങ്കിൽ ഇമ്രാൻ ഹാഷ്മിയുടെ ക്യാരക്ടർ മുഖമെല്ലാം മറച്ചുകൊണ്ടാണ് ശ്രേയയുടെ ക്യാരക്ടറായ ആലിയയുടെ മറവ് ചെയ്തിരിക്കുന്ന അടുത്തേക്ക് വരുന്നത്. അതായത് പുള്ളിക്കാരൻ ജീവിച്ചിരിപ്പുള്ള കാര്യം ഇപ്പോഴും ആർക്കും തന്നെ അറിയത്തില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ബാക്കിയുള്ളവരെ തിരിച്ച് റിവെഞ്ച് ചെയ്യുന്ന സ്റ്റോറി ആവാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. ഈ ലുക്കെന്ന് പറയുന്നത് അവരൊപ്പം 2 മാത്രമാവാൻ സാധ്യതയില്ല. ഓരോ സമയത്ത് തന്നെ വേറൊരു സിനിമ ഷൂട്ടിങ് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സിനിമയിലും ഈ ഒരു സെയിം ലുക്ക് തന്നെ ആയിരിക്കും, നല്ല രീതിയിൽ തന്നെ മുടിയും താടിയൊക്കെ വെച്ചുകൊണ്ട് തന്നെ. അപ്പോൾ ടീച്ചറിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആരൊക്കെ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് ജസ്റ്റ് അടി കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് അടി കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്കുക.